വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നത് റാഫി കരീമാണ്. റാഫി, ഇപ്പോൾ നിയമ പോരാട്ടം തന്നെ തുടരണം എന്നാണ് മുനമ്പം നിവാസികൾക്ക് അല്പസമയം മുമ്പ് കിരൺ റിജിജു കേന്ദ്രമന്ത്രി നൽകിയ നിർദ്ദേശം. ഇപ്പോൾ അദ്ദേഹം അവിടെ സന്ദർശിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത്? ക്രിസ്റ്റീന, അല്പസമയം മുൻപാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ മുനമ്പം ഈ ഒരു സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മുനമ്പം സമരത്തിന്റെ ഭാഗമായി നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ് അദ്ദേഹം ആദ്യം എത്തിയിരിക്കുന്നത്. ഈ ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്ന അമ്മമാരിലേക്ക് അടുത്തെത്തി അവരോട് സംസാരിക്കുകയാണ് കേന്ദ്രമന്ത്രി. അവരുമായി അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഇതിനുശേഷം ഇവിടെ ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. മുനമ്പത്തെ ഈ സമര സ്ഥലത്തിന് സമീപത്ത് തന്നെ, സമരപ്പന്തലിന് സമീപത്ത് തന്നെ ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. ഈ വേദിയിലേക്കാണ് അദ്ദേഹം ഇനി എത്തുക. ഇവിടെ BJP നേതാക്കളെല്ലാം തന്നെയുണ്ട്. ഈ മുനമ്പം സമരപ്പന്തലിൽ കേന്ദ്രമന്ത്രിയോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ BJP നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി അടക്കമുള്ളവർ, ജോർജ് കുര്യൻ അടക്കമുള്ളവർ ഈ അദ്ദേഹത്തോടൊപ്പം എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും അദ്ദേഹം വേദിയിലേക്ക് എത്തും. അതിനുശേഷം ഈ മുനമ്പത്തെ ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കും എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് വഖഫ് ബില്ല് അത് മുനമ്പത്തെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും പരിഹരിക്കുന്നതല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ വഖഫ് ഭേദഗതി കൊണ്ട് മുനമ്പത്തെ ജനങ്ങളുടെ നിയമ പോരാട്ടങ്ങൾക്ക് ആ ഭേദഗതി സഹായകമാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് ഈ മുനമ്പത്തെ ജനങ്ങളോട് അദ്ദേഹം ഇനി നേരിട്ട് പറയും. അതാണ് ഈ ജനങ്ങൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ മുനമ്പം സമരവേദിയിലും ഒപ്പം തന്നെ ഈ സമരപ്പന്തലിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ആ സ്ത്രീകളുടെ അടുത്തും അദ്ദേഹം എത്തി. ഇതിനുശേഷം അദ്ദേഹം വേദിയിലേക്ക് കടക്കുകയാണ്. ഇനി എന്തായാലും അദ്ദേഹം വേദിയിൽ എത്തിയതിനു ശേഷം ഇവിടുത്തെ ഈ മുനമ്പത്തെ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുക, അത് തന്നെയാണ് ഈ വേദിയിലെത്തിയതിനു ശേഷം അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. ശരി, മുനമ്പം നിവാസികളോട് നേരിട്ട് സംസാരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. അവർ കുറേ നാളുകളായി ഉന്നയിക്കുന്ന ഈ പ്രശ്നത്തിന് എന്താവും പരിഹാരം എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരും എന്ന് നമുക്ക് നോക്കാം.